ഇനി നമുക്കിവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എക്സാമിനേഷന് 100% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇനി അതിനെ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയാം. ഓർബിറ്റൽസിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തെ സംബന്ധിച്ച് ആറ്റത്തിനകത്തിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എനർജി അഡ്രസ്സുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടം നമ്പറുകളെ ഡിഫൈൻ ചെയ്യാം സിമ്പിളായിട്ട്. അപ്പം ക്വാണ്ടം നമ്പേഴ്സ് ആർ എനർജി അഡ്രസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ്, ഒരു 4 തരത്തിലുള്ള നമ്പറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു 4 സെറ്റ് നമ്പേഴ്സാണ് ഈ ക്വാണ്ടം നമ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം അറിയാം, ഒരാളുടെ അഡ്രസ്സ് അറിയാമെങ്കിൽ അയാളെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാവും. അതേ കാര്യം പറഞ്ഞ പോലെ ഇലക്ട്രോണിന്റെ മേൽവിലാസം അല്ലെങ്കിൽ അഡ്രസ്സിനെയാണ് നമ്മൾ ഈ ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ക്വാണ്ടം നമ്പറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പറിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് പറഞ്ഞിരുന്ന ഇൻഫർമേഷൻ, ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിന്റെ സബ്ഷെല്ലിനെ പറ്റിയൊരു നമുക്കൊരു നോളജ് തരുന്നുണ്ട്. അതുപോലെ ഏത് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ സ്പിൻ എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ഓർബിറ്റിൽ എന്താണ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിലെ ഷേപ്പ് ഓഫ് ഓർബിറ്റിൽ, അതിന്റെ ഓറിയന്റേഷൻ, അതിന്റെ ഡിറക്ഷൻ ഏത് ആക്സിസിലേക്കാണ്, ഇതൊക്കെ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് തരുന്ന എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സിനെയാണ് നമ്മൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിനെ അറിയാമെങ്കിൽ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ആണ് ഒരു ഇലക്ട്രോണിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ദിസ് ക്വാണ്ടം നമ്പർ ടെൽസ് എവറിത്തിങ് അബൌട്ട് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. ദേ ആർ റിഗാർഡ് ആസ് എനർജി അഡ്രസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ആ 4 സെറ്റ് ക്വാണ്ടം നമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സ് എനർജി അഡ്രസ് ഓഫ് ഇലക്ട്രോൺ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിനെ നമ്മൾ പ്രധാനമായിട്ട് 4 രീതിയിലാണ് തരംതിരിക്കുന്നത്. അതിൽ ആദ്യത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നു. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നതിനെ നമ്മൾ എൻ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോർ മോഡൽ ഫോർ ഹൈഡ്രജനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ എൽ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിനെ നമുക്ക് എം എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എം എൽ, സ്മോൾ എമ്മും ചെറിയ എല്ലും. അതുപോലെ തന്നെ എം എൽ, ആ രീതിയിൽ എം എന്നും ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, വെറും എം എൽ കൊടുക്കാതെ. പക്ഷെ NCERT ടെക്സ്റ്റിൽ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ എം എൽ എന്നാണ്. അതുപോലെ തന്നെ നാലാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ആ സ്പിൻ ക്വാണ്ടം നമ്പറിനെ നമുക്ക് എം എസ് എന്നോ അല്ലെങ്കിൽ സിംപിളി എസ് എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ 4 സെറ്റിൽ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രമാണ് എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കുന്ന ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സ്, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും നമുക്ക് പറയാൻ പറ്റും ദേ ആർ സൊല്യൂഷൻസ് ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പഠിച്ചിരുന്നു. ആ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ ആണ്, അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും. എനർജിക്കും അതുപോലെ തന്നെ ഓർബിറ്റൽ വേവ് ഫംഗ്ഷനും ഒക്കെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റും. അവരുടെ സൊല്യൂഷനുകളെയാണ്, ആ കൃത്യമായിട്ടുള്ള വാല്യൂസ് ആണ് ആദ്യത്തെ 3 സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ദ ഫസ്റ്റ് 3 ക്വാണ്ടം നമ്പേഴ്സ് ആർ solutions of Schrodinger wave equation, and the last quantum number, the 4th quantum number, spin quantum number, is the one and only experimental quantum number എന്ന് പറയും. അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോകാം. ഓരോ ക്വാണ്ടം നമ്പറും നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറെ നമ്മൾ എൻ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എൻ. അപ്പം ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ, ഒരാറ്റത്തിൽ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ അല്ലെങ്കിൽ എൻ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഏത് ഷെല്ലിലാണ് കാണപ്പെടുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതാണ്. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് സിറ്റുവേറ്റഡ്. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്നു. അപ്പൊ ഈ എൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് സാധ്യമായിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഉള്ളി ഇന്റഗ്രൽ വാല്യൂസ് 1, 2, 3, 4 ഈ രീതിയിലാണ് ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. എൻ ഒരു കാരണവശാലും 0 എന്ന് പറഞ്ഞൊരു വാല്യൂവോ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസോ ഒന്നും എന്നിന് പോസിബിൾ അല്ല, അത് മനസ്സിലാക്കിയിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ഇന്റഗ്രൽ വാല്യൂസ് മാത്രമാണ് എൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് പോസിബിൾ ആവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
n ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് കെ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ n വാല്യൂ 1 ആണെങ്കിൽ അത് കെ ഷെല്ലിൽ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ n വാല്യൂ 2 ആണെങ്കിൽ അത് എൽ ഷെല്ലിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ n ഈക്വൽ ടു 3 ആണെങ്കിൽ അത് എം ഷെല്ലിലാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ ഒരു ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 4 ആണെങ്കിൽ അത് n ഷെല്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രീതിയിൽ നമുക്ക് ബൈ ദ നോളജ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വി ക്യാൻ ഈസിലി പ്രെഡിക്ട് ദ ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് സിറ്റുവേറ്റഡ്. അപ്പൊ നമുക്ക് ഷെല്ലിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വാല്യൂ അറിയാമെങ്കിൽ. ഇത് തന്നെയാണ് നീൽസ് ബോറിന്റെ തിയറിയിൽ നമ്മൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഡെഫിനിറ്റ് പാത്തുകളിൽ കറങ്ങുന്നു. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്നു 1, 2, 3 അവരെയാണ് യഥാക്രമം കെ ഷെൽ എൽ ഷെൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, n ഒരിക്കലും സീറോയോ നെഗറ്റീവോ ഫ്രാക്ഷണൽ വാല്യൂസോ ഒന്നും വരില്ല. അതും ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്ന മറ്റ് ഇൻഫർമേഷനുകളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ നമുക്കിപ്പം ഇത് സപ്പോസ് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നിരിക്കട്ടെ, അതിന് ചുറ്റും ഇഷ്ടംപോലെ ഷെല്ലുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ എന്നൊക്കെ പറയും. അപ്പൊ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ, ഇപ്പൊ ഇലക്ട്രോൺ ഞാനൊരു ഉദാഹരണത്തിന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എം എന്ന് പറഞ്ഞ ഷെല്ലിൽ ഇരിക്കാന്നിരിക്കട്ടെ, എ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോൺ എം എന്ന് പറഞ്ഞ ഷെല്ലിൽ ഇരിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഇലക്ട്രോൺ ആണ് ബി, അത് കെ ഷെല്ലിൽ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് ദൂരത്തിലാണ് ഇരിക്കുന്നത്, എം ഷെല്ലിലാണ് ഇരിക്കുന്നത്. എന്നാൽ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് അടുത്താണ് ഈ പറഞ്ഞ ബി എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് by the knowledge of this quantum number we can easily predict the average distance of the electron from the nucleus. അതായത് ഒരു ഇലക്ട്രോണിന്റെ പർട്ടിക്കുലർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെങ്കിൽ അത് ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലത്തിലാണ്, എത്ര ഡിസ്റ്റൻസിലാണ് അത് ഇരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയയും ആ ഒരു ഇൻഫർമേഷനും കൂടെ നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് മനസ്സിലാക്കാം. സോ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ എത്ര ദൂരത്തിലാണ്, ഒരു ആവറേജ് ഡിസ്റ്റൻസ്, ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇലക്ട്രോൺ എയും ബിയും പറഞ്ഞു വരാം. അപ്പൊ നമുക്ക് പറയാം ഇലക്ട്രോൺ എ ന്യൂക്ലിയസിൽ നിന്ന് ഫാർ അവേ ആണ്, ഇലക്ട്രോൺ ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ബി കുറച്ച് അടുത്തിരിക്കുമോ, കെ ഷെല്ലിൽ ഇരിക്കുമോ. സോ ദാറ്റ് ഗീവ്സ് ദ ഡിസ്റ്റൻസ്, ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ ഇലക്ട്രോൺ. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള അകലത്തെ കുറിച്ച് ഒരു ഐഡിയ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്നത്. ഇനി അതുപോലെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയയും കൂടെ നമ്മളുടെ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഗീവ്സ് ദ എനർജി ആൻഡ് സൈസ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റലുകളുടെ 3 ഡയമെൻഷണൽ റീജിയനാണ് ഓർബിറ്റൽസ് നമുക്കറിയാം. ഓർബിറ്റലുകളുടെ സൈസിനെ കുറിച്ചും എനർജിയെ കുറിച്ചും ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 4 ഇൻഫർമേഷൻ ആണ് ഈ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓർബിറ്റലുകളുടെ സൈസ്, ഏകദേശം അതിന്റെ വലിപ്പം, അതുപോലെ തന്നെ ഓർബിറ്റലുകളെ കുറിച്ചുള്ള എനർജി, ഇന്ന നിശ്ചിത ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി, അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻ ആണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇത്രയും ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു പാക്കേജ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരത്തിലെ n എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ മറ്റു 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നും ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും. അപ്പം സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നും ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും അറിയപ്പെടുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരത്തിലെ സ്മോൾ ലെറ്റർ എൽ ഉപയോഗിച്ചുകൊണ്ടാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ഡിപ്പെൻഡൻസി വരുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ അതാ എൽ ഹാസ് 0 to n-1 values are possible. അപ്പൊ L എന്ന് പറഞ്ഞ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 0 മുതൽ n-1 വാല്യൂ വരെ പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ n വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നിൽക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഞാൻ n = 1 എന്ന് എടുത്തു. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ അർത്ഥം നമുക്കറിയാം അത് കെ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലിന്റെ വാല്യൂ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എൽ വാല്യൂ എന്ന് പറയുന്നത് 0 വരെ പറ്റൂ. കാരണം n-1 ആയിരിക്കണം മാക്സിമം വാല്യൂ എല്ലിന്. അപ്പം എല്ലിന് 0 ആണ് പറ്റുന്നത്. ഈ L0 എന്ന് കാണിക്കുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എസ് സബ്ഷെല്ലിനെയാണ് L=0 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് സിറ്റുവേറ്റഡ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തെടുക്കാം. n=1 എന്ന് പറഞ്ഞാൽ അത് കെ ഷെല്ലാണ്. അപ്പൊ 0 to n-1 വാല്യൂസ് ആണ് എല്ലിന് പോസിബിൾ ആണ്. അപ്പൊ L=0, L0 എന്ന് പറഞ്ഞാൽ അത് എസ് സബ്ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം n=2 ആണെന്നിരിക്കട്ടെ, അത് എൽ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് റെപ്രസെന്റ് എൽ ഷെൽ. അങ്ങനെയാണെങ്കിൽ എല്ലിന് പോസിബിൾ ആവുന്ന വാല്യൂസ് അപ്പൊ n=2 ആണ്. അപ്പൊ 0 to n-1 വാല്യൂസ് ആണ്. അപ്പൊ 0യും പോസിബിൾ ആണ്, 1 വരെ പോസിബിൾ ആണ്. കാരണം n-1 അപ്പം 2-1 1 ആണ്. അപ്പൊ 0യും പറ്റും 1ഉം പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് L0 എന്ന് പറഞ്ഞ എസ് സബ്ഷെൽ, L1 എന്ന് പറഞ്ഞ പി സബ്ഷെൽ. അപ്പൊ എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലുമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എൽ എന്ന് പറഞ്ഞ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളുണ്ട്, എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും. നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, സബ്ഷെല്ലിന്റെ കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം കെ ഷെല്ലിൽ ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ് സബ്ഷെല്ല്. അതുപോലെ എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളുണ്ട്, എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും. അപ്പൊ L=1 എന്ന് പറഞ്ഞാൽ അത് പി സബ്ഷെല്ലാണ്, L=0 എന്ന് പറഞ്ഞാൽ അത് എസ് സബ്ഷെല്ലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, n=3 ആണെങ്കിൽ അത് എം ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം ഷെൽ, ദാറ്റ് റെപ്രസെന്റ് എം ഷെൽ. അപ്പൊ നമുക്ക് therefore n=3 ആണ്. അപ്പൊ 3യിൽ നിന്ന് കുറഞ്ഞു നിൽക്കുന്നവരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ 0 പറ്റും, 1 പറ്റും, 2 വരെയാണ് പറ്റുന്നത്. അപ്പൊ 0 to n-1 ആണ്. അപ്പൊ n ഇവിടെ 3 ആണ്, 3-1 2 ആണ്. അപ്പൊ 0 1 2. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം L=0 എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, L=1 എന്ന് പറഞ്ഞാൽ അത് പി സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, L=2 ആണെങ്കിൽ അത് ഡി സബ്ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എം ഷെൽ ഹാവ് 3 സബ്ഷെൽസ്, എസ് സബ്ഷെൽ, പി സബ്ഷെൽ ആൻഡ് ഡി സബ്ഷെൽ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൺ മോർ, n=4 ആണെങ്കിൽ അത് എൻ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായി എഴുതാൻ പറ്റും L=0 മുതൽ n-1 വരെ. അപ്പൊ 0 1 2 3 വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം L=0 എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെൽ, L=1 എന്ന് പറഞ്ഞാൽ പി സബ്ഷെൽ, L=2 എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെൽ. ഇവിടെ ഒരു സബ്ഷെല്ലിലൂടെ വരുന്നുണ്ട് L=3. അപ്പൊ അത് എഫ് സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം this azimuthal quantum number gives an idea about the subshell in which the electron is situated. ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എൻ ഷെൽ എടുത്താൽ അതിൽ 4 സബ്ഷെല്ലുകൾ കാണുന്നു, എസ് സബ്ഷെൽ, പി സബ്ഷെൽ, ഡി സബ്ഷെൽ ആൻഡ് എഫ് സബ്ഷെൽ. ഇവിടുന്ന് നമുക്ക് മറ്റൊരു ടേബിളിലേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു എൽ വാല്യൂ അറിയാമെങ്കിൽ സബ്ഷെൽ ഏതാണെന്ന് നോക്കാം. അപ്പം വാല്യൂ ഓഫ് എൽ, വാല്യൂ ഓഫ് എൽ സബ്ഷെൽ, ഇങ്ങനെ നമ്മൾ 2 കോളമായിട്ട് മനസ്സിലാക്കിയാൽ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ടേബിൾ എഴുതാൻ പറ്റും. വാല്യൂ ഓഫ് എൽ, L0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലിനെ കാണിക്കുന്നു, 1 ആണെങ്കിൽ പി സബ്ഷെല്ലിനെ കാണിക്കുന്നു, 2 ആണെങ്കിൽ അത് ഡി സബ്ഷെല്ലിനെ കാണിക്കുന്നു, 3 ആണെങ്കിൽ അത് എഫ് സബ്ഷെല്ലിനെ കാണിക്കുന്നു, 4 കിട്ടിയാൽ അത് ജി സബ്ഷെല്ലിനെ കാണിക്കുന്നു, 5 കിട്ടിയാൽ അത് എച്ച് എന്ന് പറഞ്ഞ സബ്ഷെല്ലിനെ കാണിക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. അപ്പം വാല്യൂ ഓഫ് എല്ലും സബ്ഷെല്ലും. അപ്പൊ എൽ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഏത് സബ്ഷെല്ലാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. 0 എസ് സബ്ഷെൽ, 1 പി സബ്ഷെൽ, 2 ഡി സബ്ഷെൽ, 3 ആണെങ്കിൽ എഫ് സബ്ഷെൽ, അങ്ങനെ 5 ആണെങ്കിൽ അങ്ങനെ പോയി 5 ആണെങ്കിൽ എച്ച് സബ്ഷെൽ എന്ന് പറയാൻ പറ്റും. സോ വാല്യൂ ഓഫ് എൽ ഗീവ്സ് ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് സിറ്റുവേറ്റഡ്. അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന മറ്റൊരു ഇൻഫർമേഷൻ, ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ കറക്റ്റ് ഷേപ്പ് ഓഫ് ആൻ ഓർബിറ്റൽ. ഷേപ്പ് ഓഫ് ആൻ ഓർബിറ്റൽ. അപ്പൊ 3 ഡയമെൻഷണൽ സ്പേസ് അല്ലെങ്കിൽ ഷേപ്പ്. അപ്പൊ ഒരു ഓർബിറ്റലിന്റെ 3 ഡയമെൻഷൻ, നമ്മൾ നേരത്തെ സ്പെറിക്കൽ ഷേപ്പ് എന്നും ഡംബൽ ഷേപ്പ് എന്നും ഓർബിറ്റലിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഓർബിറ്റലുകളുടെ കൃത്യമായിട്ടുള്ള 3 ഡയമെൻഷണൽ ഷേപ്പിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്ന ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പം 2 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് സബ്സിഡറി അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട്
the subshell in which the electron is situated, and one more information, that is it gives an idea about the exact three-dimensional shape of an orbital. ഇങ്ങനെ രണ്ട് ഇൻഫർമേഷൻ ആണ് ഈ ഒരു ക്വാണ്ടം നമ്പറിൽ നമുക്ക് കിട്ടുന്നത്. അവിടെ മനസ്സിലാക്കണം, എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n വാല്യൂവിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു. L ഹാസ് 0 to n-1 വാല്യൂസ് പോസിബിൾ ആണ്. അപ്പൊ n-നെക്കാട്ടി ഒന്ന് കുറഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, L വാല്യൂ വേണമെങ്കിൽ 0 വരാം, L-ന് 0 വാല്യൂ വരാം. അത് ഇവിടെ മനസ്സിലാക്കാം. n ഒരിക്കലും പക്ഷേ 0 ആവില്ല. അപ്പൊ L 0 ആണെങ്കിൽ അത് S സബ്ഷെല്ലിനെ കാണിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ടേബിൾ മനസ്സിലാക്കാം. 0 1 2 3 പോകുന്നതിനനുസരിച്ച് SPDF എന്ന് പറഞ്ഞ സബ്ഷെല്ലുകളെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം. ഇത്രയുമാണ് ഇത്രയും ഇൻഫർമേഷനുകളും കാര്യങ്ങളുമാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് സിമ്പിൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ അതിനെ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. അതിനെ നമുക്ക് ML എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് M എന്ന് കാണിച്ചാലും കുഴപ്പമില്ല, സ്മോൾ ലെറ്റർ M ഉപയോഗിക്കാം. ML ആണ് NCERT ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്? വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏത് ഓർബിറ്റലിലാണ് കൃത്യമായി മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ അറിയാമെങ്കിൽ ഏത് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഓർബിറ്റലിനെ കുറിച്ചൊരു ഐഡിയ ആണ്, ആ 3-dimensional സ്പേസിനെ കുറിച്ചൊരു ഐഡിയ ആണ് ഈ ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്ന ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ആ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ, സ്പേസിലുള്ള ഓറിയന്റേഷൻ, ഏത് ഡിറക്ഷനിലാണ് അത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, ഏത് ആക്സിസിലാണ്, X ആക്സിസിലാണോ, Y ആക്സിസിലാണോ, Z-ലാണോ, XY പ്ലെയിനിലാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ, ആ ഓറിയന്റേഷൻ ഓഫ് 3-dimensional ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസിനെ കുറിച്ച് ഒരു ഐഡിയയും ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നുണ്ട്. അപ്പം രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഓർബിറ്റ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു, ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ആ ഓർബിറ്റിന്റെ സ്പേഷ്യൽ അല്ലെങ്കിൽ ഓറിയന്റേഷൻ, അല്ലെങ്കിൽ ആ 3-dimensional ഒരു അറേഞ്ച്മെന്റ്, ആ ഓറിയന്റേഷൻ, X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂസിലേക്കും ഇതിന്റെ ഫർദർ കാൽക്കുലേഷൻസിലേക്കും നമുക്ക് കടന്നാൽ, ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഉറപ്പായും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തൊട്ട് മുമ്പുള്ള ക്വാണ്ടം നമ്പറായ അസിമുത്തൽ ക്വാണ്ടം നമ്പറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വാല്യൂസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമുക്കിപ്പോ L വാല്യൂ ഉണ്ടെങ്കിൽ, ഒരു ഗിവൺ വാല്യൂ L കിട്ടിയാൽ ML have 2L+1 values are possible. അതാണ് മനസ്സിലാക്കുന്നത്. ML have 2L, a total of 2L+1 values are possible. അതായത് ഒരു ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് L തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ML-ന് എത്ര ടോട്ടൽ വാല്യൂ പോസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. അത് ഓർബിറ്റലുകളെയാണ് കാണിക്കുന്ന. സത്യം പറഞ്ഞാൽ ഓർബിറ്റലിന്റെ എണ്ണം നമ്മൾ ഇവിടെ പറഞ്ഞു. ഇപ്പൊ S സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ ഓർബിറ്റലുള്ള S ഓർബിറ്റൽ, അതുപോലെ P സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 P ഓർബിറ്റൽ ഉണ്ട്, PX, PY, PZ. അതുപോലെ D സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5 D ഓർബിറ്റൽസ് ഉണ്ട്, F എടുത്താൽ 7 F ഓർബിറ്റൽസ് ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ എണ്ണം ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. L വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ML-ന് പറ്റുന്ന മാക്സിമം വാല്യൂസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം അത് ആ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പം ഇതിന് ശേഷം അതിന്റെ റേഞ്ച് അതെങ്ങനെയാണ്, ഇപ്പം ഇവിടെ 3 കിട്ടുന്നത്, അല്ലെങ്കിൽ 5 കിട്ടി, അല്ലെങ്കിൽ 7 കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് -L to +L ഇൻക്ലൂഡിങ് 0. അപ്പം -L മുതൽ +L വരെ 0 ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ -L സ്റ്റാർട്ട് ചെയ്യുന്നു, 0 വഴി +L-ലേക്ക് വന്നു. ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ 2L+1 വാല്യൂസ് ആണ് മാക്സിമം പറ്റുന്നത്. അതിന്റെ റേഞ്ച്, ദ പ്രോബബിൾ റേഞ്ച് ഈസ് -L to +L ഇൻക്ലൂഡിങ് 0. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോവാം. അതായത് ഞാനിപ്പോ ഇവിടെ L = 0 എന്നെടുക്കുന്നു. L = 0 ആണെങ്കിൽ നമുക്ക് ഒരു സംശയവുമില്ല, ദാറ്റ് റെപ്രസെന്റ് S സബ്ഷെൽ. അത് S സബ്ഷെലിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, L = 0 S സബ്ഷെലിനെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് ML-ന് എത്ര വാല്യൂസ് പറ്റുമെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ, അപ്പൊ L-ന്റെ സ്ഥാനത്ത് നമ്മൾ 0 പുട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം 2 × 0 + 1 that is equal to 1. അപ്പോൾ ഒറ്റ ഒരു വാല്യൂ മാത്രമേ ML-ന് പോസിബിൾ ആവുന്നുള്ളൂ. L വാല്യൂ 0 വരുന്നു എന്ന് പറഞ്ഞാൽ S സബ്ഷെൽ വരുമ്പോൾ അതിന്റെ അർത്ഥം അതിനകത്ത് ഒരൊറ്റ ഓർബിറ്റിലെ പറ്റും, S ഓർബിറ്റിൽ മാത്രം. അപ്പൊ നമുക്ക് ML-ന്റെ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. ML = that is also 0. ML-നും 0 തന്നെ, കാരണം -L to +L ഇൻക്ലൂഡിങ് 0 അല്ലേ. അപ്പൊ L വാല്യൂ എത്രയാണ്? L വാല്യൂ 0 ആണെങ്കിൽ -0 0 +0 എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. 0 വരണേ ഉള്ളൂ. അതുകൊണ്ട് ML വാല്യൂയും 0 ആണ്. ഈ ML വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അത് S ഓർബിറ്റലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയാണ് അതിന്റെ കണക്ക്.
ഇനി നമുക്ക് മറ്റൊരു ഇതിലേക്ക് വരാം. അപ്പൊ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. 2l+1 വാല്യൂ 1 കിട്ടിയാൽ ഒരു s ഓർബിറ്റിൽ ഉള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ml വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് l വാല്യൂ 1 എന്നിരിക്കട്ടെ. l വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ p സബ്ഷെൽ എന്ന് മനസ്സിലാക്കി. നമ്മൾ p സബ്ഷെൽ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ml അതിന് പോസിബിൾ ആവുന്ന വാല്യൂസ് എത്ര വാല്യൂസ് പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 2 into ഇവിടുത്തെ l വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 2 into 1 plus 1 that is a total of 3 വാല്യൂ. അപ്പൊ 3 വാല്യൂസ് പോസിബിൾ ആണ്. 3 വാല്യൂസ് നമുക്കറിയാം. p സബ്ഷെല്ലിൽ 3 p ഓർബിറ്റൽസ് പോസിബിൾ ആണ്. px py pz അതായത് 3 കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ റേഞ്ച്. ഇപ്പൊ l = 1 ആണല്ലോ. l = 1 ആണെങ്കിൽ റേഞ്ച് എങ്ങനെ -l 0 plus l. അപ്പൊ -1 0 plus 1 3 വാല്യൂസ് 1 2 3 വാല്യൂസ് കിട്ടി. അതാണ് ഈ കിട്ടുന്ന ടോട്ടൽ 3 വാല്യൂ. അപ്പൊ -1 0 plus 1 അത് ഏതൊക്കെയാണ്? px ഓർബിറ്റലാകാം, py ഓർബിറ്റലാകാം, അതുപോലെ തന്നെ pz ഓർബിറ്റലാകാം. അപ്പൊ 3 p ഓർബിറ്റൽസ് പോസിബിൾ ആണ്. സോ p സബ്ഷെൽ ഹാവ് 3 p ഓർബിറ്റൽസ്. ദേ ആർ px py pz -1 0 plus 1. ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ഇവിടുന്ന് മനസ്സിലാക്കി പോവാം. l വാല്യൂ 2 എന്നിരിക്കട്ടെ. l വാല്യൂ 2 ആണെങ്കിൽ അത് d സബ്ഷെലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. l വാല്യൂ 2 ആണെങ്കിൽ അത് d സബ്ഷെലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 2. അപ്പൊ l വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുക്കാം. 2 into 2l+1 വാല്യൂയിലേക്ക് കൊടുക്കുമ്പോൾ 2 into 2 plus 1 ഒരു സംശയവും വേണ്ട 5 എന്ന് കിട്ടും. നമുക്കറിയാം d സബ്ഷെല്ലിൽ 5 d ഓർബിറ്റൽസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ മനസ്സിലാക്കാം 2 into 2 plus 1 5. അപ്പൊ ഈ 5 വാല്യൂസ് നമുക്ക് നോക്കാം. Therefore ml equal to ml നെ സാധ്യം വന്നു. l equal to 2 ആണല്ലോ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ -l2 plus l including 0 ആണ്. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ -2 ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത -1 പിന്നെ 0 +1 +2. ഈ രീതിയിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. -2 -1 0 +1 +2. നമുക്കറിയാം ഒരു സംശയം വേണ്ട 1 2 3 4 5 വാല്യൂസ് ആയി എഴുതി വെച്ചേക്കുന്ന 5 എണ്ണം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം dxy അതുപോലെ തന്നെ dxz അതുപോലെ തന്നെ dyz അതുപോലെ തന്നെ dx2y2 ലാസ്റ്റ് വൺ ഈസ് dz2. dxy dxz dyz dx2y2 dz2. These are the 5 d orbitals. -2 -1 0 +1 +2 5 values പറ്റും d subshell, which means d subshell have 5 d orbitals. They are distributed like this. ഈ രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക 5 d orbitals നമ്മൾ നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് f orbitals കാര്യവും പറയാൻ പറ്റും. f orbitals കാര്യം പറയുമ്പോൾ l = 3 ആണ്. നമുക്കറിയാം f സബ്ഷെല്ലാണ്. നമ്മൾ നേരത്തെ 7 ഓർബിറ്റൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ കൊടുക്കുമ്പോൾ 2 into 3 plus 1 അപ്പൊ നമുക്ക് 7 f ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. അപ്പൊ 7 രീതിയിൽ f ഓർബിറ്റൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. ഈ എക്സാമ്പിൾസ് ഒന്നും പഠിക്കാനില്ല. f ഓർബിറ്റൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഇപ്പൊ l = 3 ആണ്. അപ്പൊ -l2 plus l അല്ലേ. അപ്പൊ -l അപ്പൊ -3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ -2 -1 0 +1 +2 +3. അപ്പൊ നമ്മളൊന്ന് എണ്ണി നോക്കാം. -3 1 2 3 4 5 6 7 എണ്ണം പോസിബിൾ ആണ്. അപ്പൊ l = 3 f സബ്ഷെല്ലിനെ കാണിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ml നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. So magnetic quantum number gives an idea about the orbital in which the electron is situated, and moreover it gives the spatial orientation, the direction of the orientation of orbitals. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിന് മാക്സിമം പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 2l+1 വാല്യൂസ് ആണ് അതിന് പറ്റുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ -l മുതൽ +l വരെയാണ്, ഇൻക്ലൂഡിംഗ് 0 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് s സബ്ഷെല്ലിനകത്ത് ഒരേ ഒരു ഓർബിറ്റിലെ പോസിബിൾ ആവുന്നുള്ളത് s ഓർബിറ്റിലാണ്. p സബ്ഷെല്ലിൽ ഒരേ ഒരു 3 ഓർബിറ്റലുകൾ പോസിബിൾ ആണ്. px py pz 3 p ഓർബിറ്റൽസ് ആണ് ഇവിടെ p സബ്ഷെല്ലിൽ പോസിബിൾ ആണ്. അതുപോലെ 5 d ഓർബിറ്റൽസ് ആണ് d സബ്ഷെല്ലിൽ പോസിബിൾ ആവുന്നത്. dxy dxz dyz dx2y2 dz2. അതുപോലെ തന്നെ f ഓർബിറ്റൽസിൽ 7 f ഓർബിറ്റലുകൾ പോസിബിൾ ആണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ -3 മുതൽ +3 വരെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷൻ ആണ് ഈ പറയുന്ന മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ച പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇത് മൂന്നും ദീസ് ആർ സൊല്യൂഷൻസ് ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ക്വാണ്ടം നമ്പർ ആണ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ആ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോണിന്റെ സ്പിന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ സ്പിന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ക്വാണ്ടം നമ്പറാണ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. നമുക്ക് സിമ്പിൾ ആയിട്ട് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ. പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന ഒരേ ഒരു ക്വാണ്ടം നമ്പർ ഇതാണ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ ഇലക്ട്രോണിന്റെ സ്പിൻ, ഇലക്ട്രോണിന്റെ 2 തരത്തിലുള്ള സ്പിൻ പോസിബിൾ ആണെന്നാണ് സ്പിൻ ക്വാണ്ടം നമ്പർ പറയുന്നത്.
ക്ലോക്ക് വൈസ് മോഷനും ആന്റി ക്ലോക്ക് വൈസ് മോഷനും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇലക്ട്രോണിന് സ്പിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇലക്ട്രോണിന് സ്പിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്ന ഇൻഫർമേഷൻ ഇറ്റ് ഗീവ്സ് an idea about the spin orientation, the spin motion, the direction of motion, the spin motion of electron. ഇലക്ട്രോണിന്റെ സ്പിൻ ഓറിയന്റേഷനെ കുറിച്ചൊരു ഐഡിയ ആണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഈ ക്വാണ്ടം നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ എസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എം എസ് ഉപയോഗിച്ചുകൊണ്ടോ ആണ്. എം എസ് ആണ് NCERT ടെക്സ്റ്റിലെ റെപ്രസെന്റേഷൻ. മറ്റുള്ള പുസ്തകങ്ങളിൽ നമുക്ക് എസ് എന്ന് പറഞ്ഞ റെപ്രസെന്റേഷനും കാണാനായിട്ട് സാധിക്കുന്നു. സോ യു ക്യാൻ യൂസ് either എസ് ഓർ എം എസ്, ബോത്ത് ആർ കറക്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ദ സ്പിൻ ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എം എസ് എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പറിൽ രണ്ട് വാല്യൂസ് ആണ് പോസിബിൾ ആവുന്നത്. ഇതിന് പ്ലസ് ഹാഫ് പോസിബിൾ ആണ്, അതുപോലെ തന്നെ എം എസ് എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ മൈനസ് ഹാഫ് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് പറയാം, ചേർത്ത് പറയാം പ്ലസ് ഓർ മൈനസ് ഹാഫ്. അപ്പൊ ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പറിന് രണ്ട് തരത്തിലുള്ള വാല്യൂസ് ആണ് പോസിബിൾ ആവുന്നത്, ഒന്നുകിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. ഈ ഇലക്ട്രോണിന്റെ സ്പിൻ വാല്യൂ പ്ലസ് ഹാഫ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് മോഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ് ക്ലോക്ക് വൈസ് മോഷൻ. ക്ലോക്ക് വൈസ് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ക്ലോക്ക് വൈസ് മോഷനെ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് മേളിലേക്ക് ഒരു ആരോ മാർക്ക്, അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക് പുട്ട് ചെയ്യാറുണ്ട്. ഈ രീതിയിലാണ് എസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് സ്പിൻ ഉള്ള ഇലക്ട്രോണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മുകളിലേക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക് ഇടുന്നു. അതുപോലെ തന്നെ എം എസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ആന്റി ക്ലോക്ക് വൈസ് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സിംബോളിക്കലായിട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക് കാണിക്കുന്നു. സോ ദിസ് upward direction arrow mark represent clockwise motion of electron and anti-clockwise motion is represented by using this type of representation, putting an arrow mark in the downward direction. So this electron spin quantum number gives an idea about the spin motion of electron, and it can have only two values, ms equal to plus half and ms equal to minus half. ms equal to plus half means clockwise motion of electron and ms equal to minus half means anti-clockwise motion of electron. ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ 4 സെറ്റ് ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ഇതാണ്. അപ്പം ക്വാണ്ടം നമ്പറിനെ കുറിച്ചുള്ള നോളജ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് ഷെല്ലിൽ, ഏത് സബ് ഷെല്ലിൽ, ഏത് ഓർബിറ്റലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഐഡിയ ആണ് നമുക്ക് ഈ ഒരു ക്വാണ്ടം നമ്പറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എക്സാമിനേഷന് ഉറപ്പായും പല ചോദ്യങ്ങളും ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടും. വളരെ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ.